നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം തുടങ്ങിയിട്ട് 15 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾ വളരെ ആശങ്കയിലാണ്. നാട്ടിൽ കഴിയുന്ന അവരുടെ ബന്ധുക്കളടക്കം തന്നെ ആശങ്കയോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർക്കും അവിടെ ജോലിക്കായിട്ട് പോയിട്ടുള്ളവർക്കൊക്കെ തന്നെ അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ ദുബായ് ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന്റെ പ്രതിരോധത്തിന്റെയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച 45 പേരെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിവിധ രാജ്യക്കാരായ പ്രവാസികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കെതിരെ നിയമപരവും ഭരണപരവുമായ നടപടികൾ സ്വീകരിക്കും. കാരണം ആ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പലരും അതെടുത്ത് ചിത്രീകരിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരുണ്ട്, അതുവഴി അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ചില രാജ്യങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. അവിടെയൊന്നും തന്നെ അനാവശ്യമായിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങൾ അത് ചിത്രീകരിക്കുന്നതിനും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനും കർശനമായിട്ടുള്ള വിലക്കുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഈ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ അനാവശ്യമായിട്ടുള്ള ആളുകളിൽ ഭീതി പടർത്തുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് അത് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് അവിടെ തീർത്തും കുറ്റകരമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത്തരം സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് അബുദാബി പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളല്ലാതെ ഊഹാപോഹങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കരുത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഇറാൻ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിനും തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചതിനുമെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഖത്തറിൽ 194 പേരെ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് കീഴിലുള്ള ഇക്കണോമിക് സൈബർ ക്രൈം വിഭാഗമാണ് വിവിധ രാജ്യക്കാരായ പ്രവാസികളെ പിടികൂടിയത്. കുറ്റക്കാർക്കെതിരെ ആവശ്യമായ നിയമ നടപടി സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നതിനും പങ്കുവെക്കുന്നതിനും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനുമെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആധികാരിക വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ യാതൊരുവിധ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കരുത്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഗൾഫ് മേഖലയെ വരിഞ്ഞ് മുറുക്കുകയാണ്. ലോകത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബായ ദുബായ് നഗരമധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഉഗ്ര സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നഗരങ്ങളിലെ കെട്ടിടങ്ങളിലും സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബിസിനസ് ഡിസ്ട്രിക്റ്റിന് മുകളിൽ കറുത്ത പുകപടലങ്ങൾ ഉയരുന്നതും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ദൃശ്യമാണ്. ബുർജ് ഖലീഫയ്ക്ക് സമീപമുള്ള സെൻട്രൽ ദുബായ് മേഖലയിലാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കെട്ടിടങ്ങൾ കുലുങ്ങിയതായും തുടർച്ചയായ 2 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ഷെയ്ഖ് സായിദ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിലും സൈറൺ മുഴക്കി സുരക്ഷാ വാഹനങ്ങൾ പാഞ്ഞു. അതേസമയം ശത്രു രാജ്യങ്ങളുടെ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞതാണെന്നാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധത്തിനിടെ മിസൈലിന്റെയോ ഡ്രോണിന്റെയോ അവശിഷ്ടങ്ങൾ നഗരമധ്യത്തിലെ കെട്ടിടത്തിന് മുകളിൽ വീണതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.